ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ മന്തിയാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ ബീഫിൻ്റെ സ്റ്റോക്ക് ആയിരിക്കും അല്ലേ. ബീഫൊക്കെ കഴിച്ച് മടുത്തില്ലേ. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇന്നൊരു ചിക്കൻ മന്തി തയ്യാറാക്കിയാലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് മന്തി മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് 2-3 ഏലക്ക, ഗ്രാമ്പു, ചെറിയ ജീരകം, വലിയ ജീരകം, 2-3 പട്ട, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ആ ഉണക്ക നാരങ്ങയുടെ കുറച്ചൊരു പകുതിയല്ല, ഒരു 1/4 ഭാഗം അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കനിലോട്ട് മസാല ചേർക്കാം. അതിനായി ഒരു പാൻ എടുത്ത ശേഷം അതിലേക്ക് ചതച്ച് വെച്ച കുറച്ച് വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള, കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മന്തി മസാലയിൽ മല്ലി ഇടുകയാണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ മല്ലി ഇടാത്തത് കൊണ്ടാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മാഗി ക്യൂബാണ്. ഞാനിവിടെ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കൽ, കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് കാണും. ഉപ്പില്ലെങ്കിൽ മാത്രം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസസ് ആക്കിയാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. വലിയ മന്തി പീസായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ പീസസ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കൈ വെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്. ഒരു അല്പം ഉപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റൗവിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു ഫുൾ ഫ്ലെയിമിലിട്ടാണ് ആദ്യം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് ആ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോഴേ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരത്തുള്ളൂ, ആ എണ്ണയിലൊക്കെ കിടന്ന്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ആ ചിക്കൻ നന്നായിട്ട്
വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഇതാ നന്നായിട്ട് വറ്റി ചിക്കനൊക്കെ ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നന്നായിട്ടത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മന്തിക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. വലിയ നീണ്ട അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ചെരുവെടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ സ്പൈസസായി ഇട്ട് കൊടുക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പിന്നെ നമ്മളുടെ ഉണക്ക നാരങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയാണോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി എടുത്ത അരി ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ആ അരി നമ്മളിതായി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് വെന്തൊന്നും വന്നിട്ടില്ല. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ റൈസൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ റൈസ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മളിതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി ഒന്ന് സെറ്റാക്കി എടുക്കാം. റൈസ് വേവിച്ച ആ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന മന്തി റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളിതാ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ ചിക്കൻ്റെ പീസസ് മാത്രമാണ് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ പീസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ റെഡ് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ കടയിലെ അതേ ടെക്സ്ചർ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് പച്ചമുളക് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കണം. പിന്നെ കുറച്ച് നെയ്യും കൂടെ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനത് വിട്ടുപോയി വീഡിയോ എടുക്കാൻ. ഇനി നമുക്കിതൊന്ന് പുകച്ചുകൂടെ എടുക്കണം. നമ്മളിതാ കരിയുടെ കട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആ ഒരു പുകയൊക്കെ നിന്ന് ആ മന്തിയുടെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ.